ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മ ഇതുവരെ മണി കെട്ടുന്ന അമ്പലത്തിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞു, കൊല്ലത്ത്. അങ്ങനെ ഞങ്ങൾ മണി കെട്ടുന്ന അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. കുഞ്ഞുമണി വണ്ടി കയറി കഴിയുമ്പോൾ ഭയങ്കര ആക്റ്റീവാണ്. ഒരു 5 മിനിറ്റത്തേനേ ഉള്ളൂ, പിന്നെ ഫുൾ അലമ്പായിരിക്കും. നമ്മുടെ വീടിൻ്റെ അവിടുത്തെ വഴിയാണ്. അങ്ങനെ ഞങ്ങളൊരു 3:30 കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. പയ്യെ ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഫുൾ അലമ്പായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ആപ്പിളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് നേരം കൈ കൊടുത്തു. കുറച്ച് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ റെയിൽവേ ക്രോസ് ആയിരുന്നു. ഗുഡ്സ് ട്രെയിനോ മറ്റോ എന്തോ ആയിരുന്നു പോയത്. അന്നേരത്തേന് കുഞ്ഞുമണി അച്ഛയുടെ കയ്യിലോട്ട് പോയി. അച്ഛയുടെ കൈ ചെന്നാൽ പിന്നെ ഫുൾ ആക്റ്റീവാണ്, പാട്ടൊക്കെ ഇട്ട് തുള്ളിക്കൊണ്ടിരിക്കും. എൻ്റെ കൈ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ബഹളം. പിന്നെ അലമ്പായിരുന്നു, കരച്ചിലായി, ബഹളമായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങി. അവൾക്ക് ഈ ബസ്സിലും ഓട്ടോയിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാറിൽ പോയാൽ നമ്മളെ മാത്രമല്ലേ കാണുന്നത്, അതുകൊണ്ടായിരിക്കും ഇരിക്കത്തില്ല. അവിടെ എത്താറായപ്പോഴാണ് കേട്ടോ അവൾ ഉറങ്ങിയത്. പിന്നെ നമ്മൾ പോയപ്പോൾ ഒരു തീരദേശ മേഖലയിലൂടെയായിരുന്നു സഞ്ചരിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ പോകുന്നത്. 2 സൈഡും നിറയെ തെങ്ങുകളും കുഞ്ഞു കുഞ്ഞു വീടും അവരുടെ മുറ്റം നിറയെ മണലൊക്കെ ആയിട്ട്. നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്തല്ല താമസിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇത് കാണുമ്പോഴത്തേനും നമുക്ക് ഒരു ക്യൂരിയോസിറ്റി അല്ലേ. എന്തായാലും അത് നല്ല ഭംഗിയായിരുന്നു. നമ്മൾ ശരിക്കും പോകുമ്പോഴത്തേന് വേറൊരു വഴി ചെന്ന് അവിടെ നിന്ന് ജങ്കാറ് കയറിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. എൻ്റെ മനസ്സിൽ ആ പ്രതീക്ഷയാണ്. ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോഴത്തേന് ആ ചേച്ചി ഈ വഴിയാണ് കാണിച്ചു തന്നത്. ഗൂഗിൾ മാപ്പ് വെച്ച് ചതിച്ചതാണ്, എന്തിരിക്കാനാ. പക്ഷേ എന്നാലും ഇത് അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഇത് അഴീക്കൽ ബീച്ചാണ് കാണുന്നത്. ആ ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു, മീൻ കിട്ടിയോ എന്തോ. പിന്നെ മണലൊക്കെ എടുക്കാനാണെന്ന് തോന്നുന്നു ലോറികളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മണലിനെന്തോ മിനറൽസ് എങ്ങാണ്ട് കൂടുതലാണെന്ന് തോന്നുന്നു. അതെങ്ങാണ്ട് വേർതിരിക്കുന്ന ഫാക്ടറിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യമേ ഒന്ന് ചെല്ലുമ്പോൾ ഇതില്ലായിരുന്നു കേട്ടോ. കുറച്ച് നാളായതേ ഉള്ളെന്ന് തോന്നുന്നു. ഞാൻ വന്നിട്ട് 1 വർഷം മിച്ചമായെന്ന് തോന്നുന്നു. പിന്നെ ഇതാ നമ്മുടെ അമ്പലം. വൈകുന്നേരം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ വരുമ്പോഴത്തേനും ഭയങ്കര നിറയെ ക്യൂ നിന്നിട്ട് വേണം നമ്മൾ ഓരോന്ന് ചെയ്യാൻ വേണ്ടി. എന്തായാലും വൈകുന്നേരം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. കുഞ്ഞുമണി അമ്പലത്തിലോട്ട് ചെന്നപ്പോഴേ എണീറ്റ് കഴിയുമ്പോൾ ആക്റ്റീവാണ് കേട്ടോ. അവിടെ കണ്ടതാണ്, നല്ല ഭംഗിയില്ല. ഞാൻ അങ്ങനെ താമര കണ്ടിട്ടില്ല, എപ്പോഴും ഞാൻ ആമ്പലാണ് കാണുന്നത്. 2 എണ്ണം ഉണ്ടായിരുന്നു. ഇതാ നമ്മുടെ മെയിൻ അമ്പലം. അങ്ങോട്ട് പിന്നെ ഞാൻ ഒത്തിരി അമ്പലത്തിൽ നിൽക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അവിടെ കണ്ടോ കൗണ്ടർ, ഇങ്ങനെ ബ്ലൂ, റെഡ്, ഗ്രീന് അങ്ങനെ കൗണ്ടറുണ്ട്. നമുക്ക് തരുന്ന ഒരു പാത്രത്തിന് ഓരോ കളറുണ്ട്. അപ്പോൾ ആ കൗണ്ടറിൽ പോയി നിൽക്കുവാണെങ്കിൽ നമുക്ക് പൂജിച്ച് കിട്ടും. ഞാനും വാങ്ങിച്ചിട്ടുണ്ട്, ഒരു മണി കെട്ടി. റിസൾട്ട് കിട്ടുവാണെങ്കിൽ പറയാം കേട്ടോ, അതിന് മുന്നേ പറയല്ലെന്നല്ലേ. കുഞ്ഞുമണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ മണി പിടിക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കത്തില്ലേ, അവൾ കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതാണ് ഞാൻ കെട്ടിയ മണി. ദൈവമേ, സക്സസ് ആവണേ. എന്തായാലും ആഗ്രഹം നടക്കുവാണെങ്കിൽ പറയാമേ. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് തൊഴുത്തിട്ട് ഇറങ്ങി. കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. അവിടുത്തെ ഒരു കിണറായിരുന്നു. അതിനകത്തൊരു വെള്ളം ഭയങ്കര കട്ടിയായിട്ടുള്ളൊരു വെള്ളമായിരുന്നു. ഇനി ഉപയോഗിക്കുന്ന വെള്ളമാണോയെന്ന് അറിയത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം കുഞ്ഞു കുഞ്ഞു കടയാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടണേ വാങ്ങാമല്ലോ. ഫുള്ള് കടയൊന്നും തുറന്നിട്ടില്ലായിരുന്നു, കുറച്ച് കടയെ തുറന്നിട്ടുള്ളായിരുന്നു. കുഞ്ഞുമണി പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിലോട്ട് ചെന്നപ്പോൾ അവിടെ പൊങ്കാല വെച്ചായിരുന്നു. പൊങ്കാല പായസം കഴിച്ച് അവളുടെ ദേഹത്തായിരുന്നു. അങ്ങനെ ആ ഡ്രസ്സ് മാറ്റി. പിന്നെ നിറയെ ഉപ്പിലിട്ട സാധനം ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് എപ്പോൾ കണ്ടാലും ഈ ഉപ്പിലിട്ട സാധനം കഴിക്കാൻ തോന്നും. പക്ഷേ ഈ തവണ എന്താണോ ഞാൻ വാങ്ങിച്ചില്ല. ഇതാണ് ഞാൻ പറഞ്ഞ, നമ്മൾ ജങ്കാറ് കയറി അമ്പലത്തിലോട്ട് വരുമെന്നല്ലേ പറഞ്ഞ്, ആ ഒരു കായലാണിത്. നമ്മൾ വെറുതെ അവിടം വരെ പോയപ്പോൾ കണ്ടതാണ്. കുറേ നേരം അവിടെ നിന്ന്. കുഞ്ഞുമണിക്ക് വെള്ളമൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ തിരിച്ചു പോന്നപ്പോൾ കൊഞ്ച്, നല്ല വലിയ കൊഞ്ചായിരുന്നു. കൊഞ്ചൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. എന്തായാലും ബൈ.